മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം അവൻ പറഞ്ഞു, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുകയും. ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുന്ന ഒരു ക്രിസ്ത്യാനിയും ക്രിസ്തു ശിഷ്യനും എന്ന നിലയിൽ നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വലിയ ദൗത്യത്തെക്കുറിച്ചാണ് ഈശോ പറഞ്ഞു വയ്ക്കുക. നമ്മൾക്ക് മറ്റുള്ളവരെ ഈശോയിലേക്ക് അടുപ്പിക്കുവാനുള്ള വലിയൊരു ദൗത്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതുവഴി സ്വർഗരാജ്യം വളരുന്നതിനുള്ള പരിശുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്യണം എന്ന് ഇവിടെ ഈശോ ദൗത്യം നമ്മളെ ഏൽപ്പിക്കുകയാണ്. ദൈവഹിതമനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമനുസരിച്ച് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് ഒരു ക്രൈസ്തവൻ്റെയും ഉത്തരവാദിത്തമാണ്, കടമയാണ്. ഉദിതനായ ഈശോ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുക ഈശോവിനെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവൻ്റെ തിരുവചനം നമ്മൾ പങ്കുവയ്ക്കപ്പെടുമ്പോൾ ആ വചനം സ്ഥിരീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും ഈശോ നൽകുമെന്ന് അവൻ പറഞ്ഞു വയ്ക്കുകയാണ്. ശിഷ്യന്മാർ ഓരോ വചനവും പറഞ്ഞു പങ്കുവച്ചപ്പോൾ അത് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം ഓരോ മേഖലകളിലും ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പത്രോസ് ബാലികയെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും മുടന്തനെ സൗഖ്യപ്പെടുത്തുന്നതും കല്ലറയിൽ അടക്കപ്പെടുന്ന മനുഷ്യരെ ഉയർപ്പിക്കുന്നതും, എന്തിനേറെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ശിഷ്യന്മാരെ മുന്നോട്ട് നയിച്ചത് ഈ ഒരു ദൈവിക സാന്നിധ്യമാണ്, ഈ ഒരു സ്വർഗീയ സാന്നിധ്യമാണ്. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് അഭിമാനിക്കുന്ന ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും നമ്മുടെ ഈ ദൗത്യം തിരിച്ചറിയുകയും ഈശോയെ സകല സൃഷ്ടികൾക്കും ഒപ്പം സകല ജനതകൾക്കും പരിചയപ്പെടുത്തുകയും അവരെ ജ്ഞാനസ്നാനത്തിലേക്ക് ഉൾച്ചേർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഈ ഒരു ദൗത്യത്തിൽ പൂർണ്ണമായും പങ്കുചേരുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ